നമ്മളപ്പോൾ ഇന്ന് പെറ്റിക്കോട്ടാണ് നോക്കണേ. ഈ പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി കുഞ്ഞുടുപ്പിൻ്റെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണ്. അതായത് നമ്മുടെ ഒരു പെറ്റിക്കോട്ട് വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ഒരു ടോപ്പ് ഭാഗം വരുന്നത്. ബാക്കിയുള്ളത് നമ്മുടെ സ്കേർട്ട് പോർഷനായിട്ട് വരും അല്ലേ. ഇങ്ങനെ ഏതാണ്ട് ഒരു വരച്ചതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, ഇതുപോലെയാണ് നമ്മുടെ പെറ്റിക്കോട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം നമുക്ക് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കാം. ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള പോർഷനാണ് 15. പിന്നെ ബോഡി ലെങ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇതിന് നമുക്ക് ഇവിടം വരെ ബോഡിയും ഇതിന് താഴോട്ട് സ്കേർട്ട് പോർഷനുമാണ് വരുന്നത്. അപ്പോൾ ഇതിന് ബോഡിയിൽ നിന്ന് നമ്മൾ രണ്ട് ഭാഷങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു 7 കൂട്ടിക്കും. അപ്പോൾ ബോഡി നമ്മൾ 7 എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഫുൾ ലെങ്തിൽ നിന്ന് ബോഡിയുടെ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ അതായിരിക്കും ബാക്കി സ്കേർട്ടിൻ്റെ വരേണ്ടത്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20 ഇഞ്ച്. വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 18 പിന്നെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 4, ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 3. ഇത്ര ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു വെറുതെ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് മെഷർമെൻറ്റിൻ്റെ അളവുകൾ ചേഞ്ച് ചെയ്യണം. കാരണം ഇത് ചെയ്യേണ്ട രീതി മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ. ഈ സെയിം മെഷർമെൻറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടൊരു തുണി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. നമ്മുടെ ഷോൾഡർ 8 അതിൻ്റെ പകുതിയാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡർ 4 എന്ന് വരും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ H അല്ല സ്മോൾ H ആണ് ഇവിടെ എഴുതുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ 4:1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ചെസ്റ്റ് 20 അപ്പോൾ അതിൻ്റെ 4:1 എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും. വേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ 4:1 എന്ന് പറയുന്നത് എത്രയാണ് 4.5 വരും. ഓക്കെ, അടുത്തത് നെക്ക് വിഡ്ത്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് 1.5 അപ്പോൾ നമ്മുടെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5. അങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് തുണിയിൽ നിന്ന് എടുത്തതല്ല, നമ്മുടെ 1.5 ഇതാണ് കണക്ക് കൂട്ടി നമ്മൾ എടുക്കുന്നത് നെക്ക് വിഡ്ത്ത്. അതിങ്ങനെ തന്നെ മാർക്ക് ചെയ്തേക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്തും അതും വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ട് നെക്ക് ലെങ്തും ബാക്കി നെക്ക് ലെങ്തും സെയിം തന്നെയായിരിക്കും. അത് 4.3 അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ ഇപ്പോൾ ഈ തുണിയെ നമ്മളൊരു തുണി എടുത്ത്, അതായത് ഞാനിവിടെ തുണി തന്നെ കാണിച്ചു തരാം. ഇപ്പം ഇതുപോലെയുള്ളൊരു തുണിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇതുപോലെയുള്ളൊരു തുണി. ഈ തുണീനെ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ ഇങ്ങനെ മടക്കണം. എങ്ങനെയാണ് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ നേരെ താഴോട്ട് മടക്കണം. ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകണം. ഇവിടെ നിന്ന് നമ്മൾ ഷോൾഡർ ഇങ്ങനെ ഇങ്ങോട്ട്, അതായത് ഇവിടെ ക്ലോസ്ഡ് ഭാഗത്തേക്ക് നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഈ തുണീനെ ഞാൻ ഇങ്ങനെ തന്നെ ഈ പേപ്പറിൻ്റെ ഇങ്ങനെ സൈഡിലേക്ക് വരച്ച് വയ്ക്കും. അതായത് ഇപ്പോൾ ഈ തുണിയെ ഇങ്ങനെ ഇട്ടു, ഇത് ഇങ്ങനെ ഇട്ടതിനെ ഇത് കണ്ടോ, ഈ തുണി ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുക ഇങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വരച്ചിട്ടേക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കുഞ്ഞുടുപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു സെയിം അതുപോലെ തന്നെ ആദ്യം അതിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ടോപ്പ് പോർഷൻ, അതായത് നമ്മുടെ ഇതിൻ്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇത് സ്കേർട്ട് പാർട്ടാണ്. എന്നിട്ട് ഇത് നമ്മൾ ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇതിങ്ങനെ വരുമ്പോൾ ഇതിൽ ആദ്യം നമ്മളിതിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു. ഇവിടെ ഫുൾ ലെങ്ത് 7 അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെയൊക്കെ എടുത്തിട്ട് നോക്കിയിട്ട് ടേപ്പ് വെച്ചിട്ട് 7 ഇഞ്ച്. ഇത് ചെറിയ ബുക്കിലാണ് ചെയ്യുന്നത്, അതിൽ കണക്ക് നോക്കണ്ട. ഇതിനകത്ത് ടേപ്പിൽ മാർക്ക് ചെയ്യണ ലെങ്ത് നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. 7 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഷോൾഡർ ഇങ്ങോട്ട് നമുക്ക് 4. അപ്പോൾ ഷോൾഡർ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഷോൾഡർ, ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് നോക്കണ്ട നിങ്ങൾ, അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആം ഹോൾ, ഷോൾഡർ തന്നെയാണല്ലോ നമ്മൾ ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് താഴോട്ട് ആം ഹോള് മാർക്ക് ചെയ്യും. അത് എത്രയാണ്, ഇവിടെ ഷോൾഡർ കിട്ടിയത് എത്രയാണോ അത് തന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ
ആം ഹോൾ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് നോക്കേണ്ട ചെസ്റ്റാണ്. ഈ ആം ഹോളിൻ്റെ പോയിൻ്റ് വരുന്ന ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത്. അത് നമ്മൾ ഇവിടുന്ന് നമുക്ക് ചെസ്റ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ ഇപ്പോൾ ഇവിടെ ചെസ്റ്റ് നമുക്ക് എത്ര 5 ആണെങ്കിൽ 5 മാർക്ക് ചെയ്തു. പിന്നെ ഒരു 1/2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 1/4 ഇഞ്ച് നമുക്ക്, അല്ലെങ്കിൽ 1 ഇഞ്ച് ഇട്ട് എല്ലായിടത്തും നമുക്ക് എളുപ്പത്തിന് അത് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടു. ഇത്രയും ഇങ്ങനെ വന്നാൽ ഇതാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്തത്. ചെസ്റ്റിൻ്റെ 4/1, പിന്നെ 1/2 ഇഞ്ച് ലൂസും, പിന്നെ തയ്യൽ തുമ്പും. ഇത്രയും സാധനം നമ്മളിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ളൊരു ഫ്രഞ്ച് കർവ് കിട്ടും. ആ ഫ്രഞ്ച് കർവ് മേടിച്ചിട്ട് ഇത് രണ്ടിനെയും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നതാണ് നമ്മുടെ ആം ഹോൾ കുഴി വരുന്നത്. ഇത് നമുക്ക് നോക്കാനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള എത്രയാണോ ലെങ്ത്ത് ആ നീളത്തിൻ്റെ പകുതി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇടുക. അതിനുശേഷം ഇതിൻ്റെയും കൂടെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ മതി. അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലൊരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് വരെയായി. ഇത് വേറെ വീഡിയോ അല്ല കേട്ടോ. ഞാൻ അന്ന് ചെയ്തതിനകത്ത് അത് ചെയ്തത് മുഴുവനും നിങ്ങൾക്ക് കാണാൻ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പറിലേക്ക് അത് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. നമ്മളന്ന് പറഞ്ഞു നിർത്തിയത് നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്ത് നമ്മളതിൻ്റെ കർവ് വരയ്ക്കുന്നത് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇവിടെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 7 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നമുക്കതിൻ്റെ സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യണ്ടേ, അതിനൊരു 1/2 ഇഞ്ച് നമ്മൾ വിടണം. ആ 1/2 ഇഞ്ച് വിടുന്നതിനോടൊപ്പം തന്നെ മുകളിൽ നമ്മുടെ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ മൊത്തത്തിൽ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൂടെ നമ്മൾ വിടണം. അതായത് 7 ഇഞ്ചാണെങ്കിൽ അവിടുന്ന് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആക്കി 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഫുൾ ലെങ്ത്. അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യമേ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് അത് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ചെസ്റ്റും തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവും അതിൻ്റെ 4/1 കണ്ടതും ഇതുപോലെ മാർക്ക് ചെയ്തു. അത് നമ്മളൊരു 1/2 ഇഞ്ച് ലൂസ് ഇട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കൂടത്തിൽ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നതിൻ്റെ പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും, അതായത് ചെസ്റ്റിൻ്റെയും വേസ്റ്റ് റൗണ്ടിൻ്റെയും, ഇപ്പോൾ ചെസ്റ്റ് ഇവിടെയാണെങ്കിൽ നമ്മുടെ 1.5 ഇഞ്ച്, അല്ലെങ്കിൽ ഈ 2 പോയിൻറ്റുകൾ, അത് ചെസ്റ്റും വേസ്റ്റ് റൗണ്ടും തമ്മിലുള്ളതിൻ്റെ മിഡിൽ, അതായത് രണ്ടിൻ്റെയും കറക്റ്റ് നടുഭാഗം അതേതാണോ അതാണ് നമ്മുടെ മിഡ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഡ് വേസ്റ്റ് റൗണ്ടിൻ്റെ നമ്മൾ അളന്ന് എടുക്കേണ്ട ആവശ്യമുള്ളതാണ് കേട്ടോ. ഇപ്പോൾ മിഡ് വേസ്റ്റ് റൗണ്ട്, ഇപ്പം ചെറിയ കുട്ടികളുടെ പെറ്റിക്കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്രയും കുഴപ്പമില്ല. കാരണം നമ്മൾ ലൂസ് ഇട്ടാണ് തയ്ക്കുന്നത്, ലൂസായിട്ടാണ്. അതായത് കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ വേണ്ട ചുരിദാർ പോലുള്ള സാധനങ്ങൾക്കാണ് അത് കൂടുതൽ വേണ്ടി വരുന്നത്. ഞാൻ എന്നാലും കൂടുതൽ അങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ മിഡ് വേസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ മാർക്ക് ചെയ്യുക. അതിന് നമ്മൾ ഇവിടെ എത്രയാണോ തയ്യൽ തുമ്പിട്ടേക്കാൻ അത് തന്നെയായിരിക്കണം ഇവിടെയും ഇടേണ്ടത്. 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 3/4 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ച്, അത് സെയിം അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വേസ്റ്റ് റൗണ്ടും ഇത് നോക്കി. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് ഈ പോയിൻ്റ്, അതായത് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇവിടുന്ന് തയ്യൽ തുമ്പിൻ്റെ അവിടുന്ന് നമ്മുടെ പോയിൻ്റ് ടൈറ്റ് വേണ്ടത് എവിടെയാണ് അവിടുന്ന് നമ്മൾ ആ ലൈനിൽ കൂടെ കറക്റ്റ് വരച്ചു. ഇപ്പം നമ്മുടെ ഒരു പോർഷൻ വന്നത് കണ്ടോ. പിന്നെ ഇവിടെ ഞാൻ ഈ 1/2 ഇഞ്ച് താത്തി വരച്ചേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറുകൾ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാവരുടെയും ഷോൾഡറിന് ചെറിയൊരു ചെരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗാർമെൻറ്റ്സ് എല്ലാം തയ്ക്കുമ്പോൾ തന്നെ അവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതിനാണ്, അതായത് നമ്മുടെ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്തിടുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് താഴോട്ട് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തേക്കണം. ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അത് ആദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതും കൂടി ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങളുടെ വീഡിയോ ഫുള്ള് കണ്ടാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിട്ടുപോയ ഭാഗങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അടുത്ത് നമ്മുടെ
നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്യേണ്ടത് 1.5 അപ്പോൾ 1.5 നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണോ നമ്മുടെ നെക്ക് വിഡ്ത്ത് അത് മാർക്ക് ചെയ്യണം. ഈ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അവിടുന്ന് നമ്മുടെ ഫ്രണ്ട് നെക്ക് ലെങ്തും ബാക്ക് നെക്ക് ലെങ്തും എത്രയാണെന്ന് നോക്കണം. ഫ്രണ്ട് നെക്ക് ലെങ്ത് ഇപ്പോൾ 3 ഇഞ്ചാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് 3 ഇഞ്ച്, അതായത് നമ്മുടെ ഷോൾഡർ ഇവിടുന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ, ഇത് നമ്മുടെ ഫ്രണ്ട് നെക്ക് ലെങ്ത്. ഇനി ബാക്ക് നെക്ക് ലെങ്ത് ഫ്രണ്ടിനേക്കാളും കുറവാണ്, ഒരു 2 ഇഞ്ചാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് നമ്മൾ അതും ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇത് സ്ക്വയർ നെക്ക് വേണമെങ്കിൽ സ്ക്വയർ നെക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇനി കേർവ് വേണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ മിഡ് പോയിന്റ് കണ്ടിട്ട് നമ്മുടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ കർവ് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് യു നെക്ക് കിട്ടും. ഇവിടെ നമുക്ക് സ്ക്വയർ നെക്കുമായിട്ട് വേണം, നമുക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ ഡിസൈനുകൾ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നും. നമ്മൾ സാധാരണ ബെറ്റിക്കോട്ടിനൊക്കെ സ്ക്വയർ നെക്കല്ല യു നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് യു നെക്കായിട്ട് കൊടുക്കാം. ഞാൻ തയ്ക്കുമ്പോൾ ഒരെണ്ണം സ്ക്വയർ നെക്കും ഒരെണ്ണം യു നെക്കുമായിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതേപ്പറ്റി കൂടുതൽ ക്ലിയർ ആയിക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിലേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് തുണിയിലേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുമെന്നോടെ തുണിയിലേക്ക് ഞാൻ ചെയ്ത് കാണിക്കാം. ഇനി അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കേർട്ട് പാർട്ടും കൂടെ ജസ്റ്റ് ബോർഡിൽ ഇങ്ങനെ പേപ്പറിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്കേർട്ട് പാർട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ടാണല്ലോ നമ്മൾ വരുന്നത് അല്ലേ. അത് ഇപ്പോൾ നമ്മളെടുത്ത ഭാഗം മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് വരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഒരു തുണി, അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു തുണിയാണെങ്കിൽ ആ തുണിയെ നമ്മൾ നിവർത്തി തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഈ നിവർത്തി ഇടുമ്പോൾ അത് ഇങ്ങനെ നിവർത്തി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇവിടുന്ന് തൊട്ട് ഇങ്ങനെയുള്ള ഈ നീളം ഉണ്ടല്ലോ, ആ നീളം നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയുണ്ടോ അതിൻ്റെ കൂടുതൽ ആ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒരു പകുതിയും കൂടെ കൂടുതൽ വേണം, മിനിമം അത്രയെങ്കിലും വേണം. അതായത് വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് പിന്നെ അതിൻ്റെ പകുതിയും കൂടെ, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ തുണിയുടെ പ്ലീറ്റ്സ് ഇട്ട് ഇങ്ങനെ ചുരുക്കി പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കി വരാനുള്ളതല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മുടെ തുണിയുടെ എത്രയായിരുന്നു നമുക്കിവിടെ പ്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ 18, വേസ്റ്റ് റൗണ്ട് 18 ആയിരുന്നില്ലേ. അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് 18 ആയിരുന്നു. അപ്പോൾ ഈ 18ൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ തുണിയെന്ന് പറയുന്നത് 18 പ്ലസ് ഒരു 18ൻ്റെ പകുതിയും കൂടെ, അതായത് ഇത് വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതിയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. 18ൻ്റെ പകുതി എത്രയാണ്? 9. അപ്പോൾ നമ്മുടെ തുണിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 18 പ്ലസ് 9 ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 18 പ്ലസ് 9 കൊണ്ട് നമുക്ക് 27. അപ്പോൾ നമ്മുടെ തുണിയുടെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ പിടിക്കുന്ന തുണിയുടെ ഇങ്ങനെ അറ്റം വരെയുള്ള ആ പോർഷൻ എന്ന് പറഞ്ഞാൽ ഞൊറിയിട്ട് നമുക്കിങ്ങനെ ചുരുക്കിക്കൊണ്ട് വരുന്നില്ല, ആ ചുരുക്കിക്കൊണ്ട് വരുന്ന ഭാഗത്തിന് 27 ഇഞ്ചെങ്കിലും ലെങ്ത് വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തന്നോളാം കേട്ടോ. അപ്പോൾ അതങ്ങനെ, അപ്പോൾ 27 നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തുണി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ തുണിയിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടുകയാണ് ചെയ്യും. ഈ പ്ലീറ്റ്സ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കാം. ഒരു സ്കേർട്ടാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കേർട്ടിൻ്റെ ഇതിലാണെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പം ആ പ്ലീറ്റ്സ് വരിക എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ അകത്തോട്ട് പോയി, പിന്നെ വീണ്ടും തിരിച്ച് ഇങ്ങനെ വന്നു, വീണ്ടും ഇങ്ങനെ അകത്തോട്ട് പോയി, പിന്നെ വീണ്ടും തിരിച്ചു വന്നു. ഇങ്ങനെയല്ലേ നമ്മുടെ പ്ലീറ്റ്സ് പോകുന്നത്. പല ടൈപ്പ് ഓഫ് പ്ലീറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള പ്ലീറ്റ്സുകൾ ഇടാനുണ്ട്. അതേപ്പറ്റി നമുക്ക് പിന്നീട് വേറൊരു ക്ലാസ്സായിട്ട് ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ ഈ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നൈഫ് പ്ലീറ്റ്സ് എന്ന് പറഞ്ഞ പ്ലീറ്റ്സാണ് ഈ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇഞ്ച് നീളത്തിലുള്ള നമ്മളിങ്ങനെ 1 ഇഞ്ച് നീളം, ആ 1 ഇഞ്ച് നീളത്തിന് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ പകുതി വരെ, അതായത് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് അര വന്നു, വീണ്ടും തിരിച്ച് ഇങ്ങനെ ഇവിടം വരെ വന്നപ്പോൾ അരയായി, പിന്നെ കുറച്ചും കൂടെ നമുക്ക് നീട്ടണ്ടേ, എന്നാലല്ലേ അടുത്തത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു അരയും കൂടെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സ് 1 ഇഞ്ച് വന്നു. അപ്പോൾ വീണ്ടും ഇനി ഇവിടെ ഒരു അര വന്നു, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അരയായി, അരയിൽ പിന്നെയും കുറച്ചും കൂടെ നീട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് പോകേണ്ടത്. അതായത് അര ഇഞ്ച് ഉള്ളിലേക്ക് പ്ലീറ്റ്സ് കയറ്റിയാണ് നമ്മൾ ഈ പെറ്റിക്കോട്ടിന് പ്ലീറ്റ്സ് ഇടുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് ഏതിനകത്ത് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞതിൽ തുണിയിലേക്ക് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരും. അതായത് ഇപ്പോൾ ഈ തുണിയാണെങ്കിൽ ഈ തുണിയിൽ നമ്മൾ എടുത്തു, ഇതിനകത്തുനിന്ന് ഒരു ഇത്രയും പ്ലീറ്റ്സ് അകത്തോട്ട് കയറ്റി,
പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇച്ചിരി പ്ലീറ്റ്സും കൂടെ അകത്ത് കയറ്റി പിന്നെ ഇവിടുന്ന് വീണ്ടും തുണി അകത്തോട്ട് കയറ്റി ഇങ്ങനെയാണ് നമ്മുടെ പ്ലീറ്റ്സുകൾ പോകുന്നത്. അപ്പോൾ പെറ്റിക്കോട്ടിനെ വെച്ചാൽ നമുക്കിങ്ങനെ ഒരുപാട് ചുരുക്കി കാര്യം അടുത്തടുത്ത് വേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇച്ചിരിയും കൂടെ അകത്തി നമുക്കൊരു പ്ലേറ്റ്സ് ഇട്ടാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെ നീളത്തിൽ തൊടിയുടെ ഭാഗം. എന്നിട്ട് ഈ പോർഷനും ഇങ്ങനെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കിട്ടിയ ഈ ഭാഗവും നമ്മുടെ ബോഡി പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ പെറ്റിക്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുണിയിലേക്ക് ചെയ്ത് കാണാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ തുണിയിലേക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.